ദിവസത്തിന് ശേഷം ഞാൻ ഇന്നാണ് വീണ്ടും ഒരു ബാക്ക് ടു റുട്ടീൻ നമുക്ക് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. വേറെ ഒന്നുമല്ല, കൊച്ചിന് സുഖമില്ലാതിരുന്നത് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ചെറിയൊരു വ്ലോഗ് എടുക്കാമെന്നേ. സെക്കൻഡ് വീക്കിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡും ബീഫ് റോസ്റ്റും ഉണ്ടാക്കാം. ആൻഡ് നമ്മുടെ ത്രൂ ഔട്ട് വീഡിയോ എല്ലാവരും കാണാൻ മറക്കണ്ട. ഓടിപ്പോയി സബ്സ്ക്രൈബും ചെയ്തു. വീഡിയോയിലിട്ട് പോകാം. ഉറക്കമില്ലാത്തതുകൊണ്ട് തന്നെ രാവിലത്തെ പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ കുറച്ച് ഫുഡ് ഉണ്ടാക്കി, പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഫുഡാണ് ഉണ്ടാക്കേണ്ടിയിരുന്നത്. ഇന്ന് തൊട്ട് ഹസ്ബൻഡിന് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ രാവിലത്തെ കാര്യങ്ങളും എല്ലാം പ്രിപ്പയർ ചെയ്തു. പുള്ളിക്ക് കൊടുത്തു വിടാൻ ഏകദേശം ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ബീഫ് മാത്രം ഒന്ന് റെഡിയായാൽ മതിയായിരുന്നു. അപ്പോഴേക്കും ഇതിനും ഐറായും എല്ലാവരും കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ബേബിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് മേല് തുടപ്പിക്കാത്തതേ ഉള്ളേ. എൻ്റെ ഉമ്മി എൻ്റെ തലയിൽ നിന്ന് പറിച്ച് കളയുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവളാ നിന്നത്. അപ്പോഴേക്കും കുഞ്ഞു ബേബി ദേ അവൾക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് പാലും ബൂസ്റ്റും ഒക്കെ സെറ്റാക്കി അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബീഫ് വേഗം കുറച്ച് താമസം ഉണ്ടായിരുന്നു. പിന്നെ ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് സെറ്റാക്കി എടുത്താൽ ബീഫ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് തട്ടിയാൽ മതിയല്ലോ എന്ന് കരുതി. അപ്പോഴേക്കും ഹസ്ബൻഡ് എണീറ്റ് പോകാനെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്കറിയായിരുന്നു പോകാൻ സമയമാകുമ്പോഴത്തേക്കിന് എന്തായാലും ഫ്ലോപ്പ് ആവുന്നു. വലിയ കാര്യത്തിൽ രാവിലെ ഫുഡ് പോകാം. നടക്കാൻ പോ. എവിടെ നടക്കാൻ പോനോ? രാവിലെ ഫുഡ് പ്രിപ്പയർ ചെയ്താണ്. അപ്പം ബീഫ് റോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പുള്ളി പോയി. അപ്പോൾ അതുകൊണ്ട് ഫുഡ് വേണ്ട. ഫസ്റ്റ് ഡേ ആണ്. സോ ചിലപ്പോൾ നേരത്തെ അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയത് പോലും വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം മുതൽ ഞാൻ തുടങ്ങിയൊരു ശീലമാണ് ഞങ്ങൾ ഈ രാവിലെ ഒന്ന് നടക്കാൻ പോകുക എന്നുള്ളത്. അപ്പം നടക്കാൻ കൊണ്ടുപോകാത്തതിൻ്റെ സങ്കടത്തിൽ മാറി രണ്ടുപേരും ഇരിക്കുവാണ്. വേറൊന്നുമല്ല, ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു ബേബിനെ കൊണ്ട് പോകുക എനിക്ക് നടക്കില്ല. പിന്നെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അപ്പോഴേക്കും ബീഫ് വെന്തത് ഇങ്ങനൊന്ന് സെറ്റാക്കിയെങ്കിൽ പിന്നെ വരുമ്പോഴേക്കുള്ള ഫുഡ് റെഡിയാക്കാം. രാവിലെ ആ ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നേരം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ബീഫും ഉച്ചക്കത്തേക്കിനുള്ള മോര് കാച്ചതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാറി കിടന്നേ. വേറൊന്നുമല്ല, കുഞ്ഞു ബേബിനെ ഒന്ന് ഉറക്കണമായിരുന്നു. അവൾ രാവിലെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ്. അവൾ രാത്രി ഒന്നും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്കാരി ഒന്ന് ഉറങ്ങി. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇതിനെ ഒന്ന് പഠിപ്പിച്ചു. ബേബി ഉറങ്ങുന്ന സമയം മാത്രമേ എനിക്ക് ക്ലീനിങ് നടക്കത്തുള്ളേ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ തൂത്തുവാരി കൂട്ടുന്നതൊക്കെ അവൾ വീണ്ടും പെറുക്കിക്കൊണ്ടുപോയി അവിടെ ഇടും. വീണ്ടും ഞാൻ തൂത്തുവാരി കൂട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് കുഞ്ഞു ബേബി ഉറങ്ങട്ടെ, ആ സമയം കൊണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നേ. എല്ലായിടും ഒന്ന് ക്ലീനാക്കി ഒന്ന് തൂത്തുവാരി രാവിലെ തന്നെ തുടച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു പണി അങ്ങോട്ട് ഒതുങ്ങി കിട്ടുവേ. പിന്നെ രാവിലെ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. രാവിലത്തെ മക്കളുടെ രണ്ടുപേരുടെയും സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ട്രാഷസ് എല്ലാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം കെട്ടിപ്പറക്കി ഇങ്ങനെ അവരുടെ കൊടുത്തു വിടും. രണ്ടുപേരോടെ കൊണ്ടുപോയി നമ്മുടെ വേസ്റ്റ് ബിന്നിൽ ഇട്ടേക്കും കേട്ടോ. അപ്പം രാവിലെ അവർ രണ്ടുപേരും കൊണ്ടുപോയി അത് ഇട്ടിട്ട് വരും. എനിക്ക് പിന്നെ വലിയ പണിയൊന്നുമില്ല. അവരത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് അവരുടെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോഴേക്കും മൈറാമോളും മൈദിനും ഒന്ന് അതെല്ലാം ഒന്ന് സെറ്റാക്കി കൊണ്ടുപോകാമെന്നുള്ള പ്ലാനിങ്ങിലിരുന്നപ്പോഴത്തേക്കിനും മൈറാമോളൊരു മാങ്ങയും കൊണ്ട് വന്നേ. അവൾക്കത് മുറിച്ചു കൊടുക്കണമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഞാൻ മുറിച്ചു കൊടുക്കാതെ നൈസായിട്ട് ഊരി വിട്ടവളേനെ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ലെബൻ കുടിക്കണമെന്ന് തോന്നിയിട്ട് ഞാനപ്പോൾ മക്കളോടും ചോദിച്ചു ലെബൻ വേണമെന്ന്. ലെബനും കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ട് കലക്കിയിട്ട് കുടിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പി അല്ലെങ്കിൽ ഒരു കോംബോ ആണ്. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ലെബൻ പച്ചയ്ക്ക് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഫ്ലേവേർഡ് വെറൈറ്റീസൊക്കെ മറയുടെ നമുക്ക് അവൈലബിൾ ആണ്. അതങ്ങനെ ഇങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. എനിക്ക് ഈ ഒരു പച്ച ലെബൻ തന്നെ ഇങ്ങനെ കുടിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ആണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ. കാരണം ഒന്നിച്ച് മക്കളായിട്ടിരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടോ കുറിച്ചുകൊണ്ടോ ഒക്കെ സിനിമ കാണലും പരിപാടിയൊക്കെ നടക്കും. കുറച്ച് നേരം ഞങ്ങൾ വന്നിരുന്ന് ടി വി ഒക്കെ കണ്ട് ഞാനപ്പോൾ എന്തെങ്കിലും കോമഡി മൂവി എന്തെങ്കിലും മൂവീസ് ഇടാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ഏതോ ഒരു മൂവി തപ്പിയെടുത്തു. അതൊക്കെ കണ്ടപ്പോഴത്തേക്കിനും വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നേരം അപ്പോൾ വെളുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 7-7:30 ആയിട്ടുണ്ടേ. ഞാൻ അപ്പോഴത്തേക്കിനും അരിയെല്ലാം സെറ്റ് ചെയ്ത് അരി തിളയ്ക്കാനിട്ടു. എന്നിട്ട് വന്ന് ബാക്കിയുള്ള ക്ലീനിങ്ങും പരിപാടികളും എല്ലാം നടത്തി. ഈ ഒരു ഗ്ലാസ് ഈ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് നിൽക്കാനും ഈ ഒരു ഗ്ലാസ് നോക്കി ചുമ്മാ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. കുഞ്ഞു ബേബി എണീറ്റ് കഴിഞ്ഞാൽ ഇതും നടക്കില്ല കേട്ടോ.
അപ്പോൾ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുഞ്ഞു ബേബി എണീറ്റാലും എനിക്ക് സമാധാനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നടന്ന് ഫ്രീ ആയിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. ഇന്നലെ വൈകിട്ട് കഴുകിയിട്ട തുണികളാണ് ഇവന്മാർ ഇതിൽ നിന്ന് തന്നെ തപ്പിയെടുക്കും കുളിക്കാൻ പോകുമ്പം. അപ്പോൾ അതെല്ലാം അലങ്കോലമായിട്ട് അവിടെ കിടക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടവും അത്യാവശ്യം ഫ്രീ ആവുമേ. അപ്പം ഞാൻ തുണിയെല്ലാം മടക്കി ഒന്ന് സെറ്റാക്കി മാറ്റാമെന്ന് കരുതി. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇതിൽ നിന്നും വലിച്ചു വരെ എടുത്തുകൊണ്ട് പോകുന്ന മക്കളാണ് ഇവർ രണ്ടുപേരും കേട്ടോ. ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എയർ ഫ്രൈയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ബേബി അപ്പോഴേക്കും ഉണർന്നു വന്നിട്ടുണ്ടായിരുന്നേ. അരിയും ഏകദേശം തിളച്ചു വെന്തു. അപ്പം അരിയും കറിയും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ കിച്ചൺ ജോലികളും ക്ലീനിങ്ങും എല്ലാ പരിപാടികളും കഴിഞ്ഞ് എങ്കിൽ പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളുമായിട്ട് കുട്ടികളായിട്ട് വരുന്ന സിനിമ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ ഈ കാണുന്ന വീഡിയോസിൽ ഒരുപാട് മിസ്റ്റേക്സും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇതെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നത് തന്നെ. ഭയങ്കര കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ ഫസ്റ്റ് ടൈമാണ്. അപ്പം അതിലൊരുപാട് പോരായ്മകൾ കാണും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ടുള്ള യാത്രയിലെല്ലാം തിരുത്തിക്കൊള്ളാം കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ കുഞ്ഞു ബേബിക്ക് ഇതേ ഫ്രഞ്ച് ഫ്രൈസ് സെറ്റാക്കി കൊടുത്തു. അവൾ അവിടെ നിന്ന് താവമീ 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 എന്ന് പറയുന്നുണ്ട്. അവൾക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഈ അടുത്തായിട്ട് മരുന്നും അസുഖമൊക്കെ ആയതിനു ശേഷം അവൾ അധികം ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ എനിക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയെന്ന് ഞാൻ കരുതിയിട്ടാണ് ഈ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ റെഡിയാക്കി ഒന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്രോസണായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഒരു വലിയൊരു പാക്കറ്റ് അല്ലെങ്കിൽ ബാഗായിരിക്കും ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. ഇത് കുഞ്ഞു ബേബി അവിടെ നിന്ന് താവമീ താവമീ എന്ന് പറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നേ. അപ്പം ഞാൻ കുറച്ച് ചെറുപയറും കുറച്ച് കടല മാവും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ച് അവളെ കുളിപ്പിക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ കഴിഞ്ഞു. എൻ്റെ കിച്ചൺ ഡ്യൂട്ടീസും ക്ലീനിങ്ങും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞാൻ നല്ല സമാശ്വാസമായിട്ട് വന്നിരുന്നു കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ കുട്ടികളുമായിട്ടിരുന്ന് കണ്ട് സിനിമ കാണുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനിയുള്ള ഓരോ വീഡിയോസിലും ഞാൻ എൻ്റേതായ മാറ്റങ്ങളെല്ലാം വരുത്തുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ കുറേ അധികം ഫ്രഞ്ച് ഫ്രൈസ് ഞങ്ങൾ തിന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ ജസ്റ്റ് മയണൈസും കെച്ചപ്പോടെ മിക്സ് ചെയ്ത് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോസ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഞാൻ പോട്ടെ. ടാറ്റാ ബൈ ബൈ.